Hi all, welcome to once. നമ്മൾ ഈ വീഡിയോയിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ചെറിയ പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത്? ഡീകോഡർ ഉണ്ട്, ഡിമക്സ് ഉണ്ട്, എൻകോഡർ ഉണ്ട്, മക്സ് ഉണ്ട്, പിന്നെ അരിത്തമെറ്റിക് സർക്യൂട്ട്സ് ലൈക്ക് സബ്ട്രാക്ടർ ആൻഡ് ആഡർ. സോ നമ്മൾ ഈ നോക്കുന്നത് കോമ്പിനേഷൻ സർക്യൂട്ട്സിലെ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ബേസിക്കലി എന്താ ഫംഗ്ഷനാലിറ്റി ഓഫ് മക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത്, ഇപ്പോൾ കൺസിഡർ ദ എക്സാമ്പിൾ ഓഫ് എ TV റിമോട്ട്. TV റിമോട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അതിൻ്റെ അകത്ത് കുറേ ഇൻപുട്ട് കീസ് ഉണ്ട് അല്ലേ. സോ ഒരു പർട്ടിക്കുലർ കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കറസ്പോണ്ടിങ് ചാനൽ ആയിരിക്കും നമുക്ക് റിസീവ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ ഒരു TV റിമോട്ടിന്റെ വർക്കിംഗ് പറയുന്നത്. സോ അത് തന്നെയാണ് നമ്മൾ ബേസിക്കലി ഒരു മക്സിനെ കൺസിഡർ ചെയ്യുന്നത്. മക്സിന് കുറേ ഇൻപുട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. സോ മൾട്ടിപ്ലക്സർ അല്ലെങ്കിൽ മക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിജിറ്റൽ സ്വിച്ച് ദാറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഇൻപുട്സ് ആൻഡ് എ സിംഗിൾ ഔട്ട്പുട്ട് അല്ലെ. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ, കുറെ ഇൻപുട്സ് പോസിബിൾ ആണ്, ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് മാത്രമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സെലക്ട് ലൈൻസ് അല്ലെങ്കിൽ കൺട്രോൾ ലൈൻസ് എന്ന് പറയുന്ന കുറെ ഇൻപുട്സിനെയാണ്. നമ്മൾ എന്തോരം ഇൻപുട്ട് അതിന് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോരം ഇൻപുട്സ് വേണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സെലക്ട് ലൈൻസ് ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺട്രോൾ ലൈൻസ് അല്ലേ. സോ നമുക്കത് നോക്കാം. ദ നമ്പർ ഓഫ് കൺട്രോൾ ലൈൻസ് അല്ലെങ്കിൽ സെലക്ട് ലൈൻസ് ഡിറ്റർമിൻ വിച്ച് ഇൻപുട്ട് ടു ബി റൂട്ടഡ് ടു ദ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിലേക്ക് വരുന്ന ഇൻപുട്ട് ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് സെലക്ട് ലൈൻസ് ആണ്. സോ ദിസ് മക്സ് ഇസ് ഓൾസോ നോൺ ആസ് ഡാറ്റ സെലക്ടർ അല്ലെങ്കിൽ മെനി ടു വൺ അല്ലെ. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുറെ ഡാറ്റ ഉണ്ട്, അതിൽ ഏത് ഡാറ്റയാണ് റൂട്ട് ചെയ്ത് ഔട്ട്പുട്ടിൽ എത്തേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ സെലക്ട് ലൈൻസ് ആണ്. സോ ഡാറ്റാസ് ആർ റൂട്ടഡ് ടു ദ ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോൺ ആസ് ഡാറ്റ സെലക്ടർ, അല്ലെങ്കിൽ നമുക്ക് വേറെ നെയിം എന്ന് പറയുന്നത് മെനി ടു വൺ. കുറെ ഇൻപുട്സ് ഉണ്ട്, എങ്ങനെയാണെങ്കിലും ഒരു സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് മെനി ടു വൺ ഡിവൈസ്. സോ ഇപ്പൊ ഇത് എങ്ങനെ ഈ മക്സിന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് മക്സിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് അറിയാം സെലക്ട് ലൈൻസ്. സെലക്ട് ലൈൻസ് n ആണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ദ നമ്പർ ഓഫ് ഇൻപുട്സ് എന്ന് പറയുന്നത് is 2 raised to n. Okay, so ഒരു മക്സിന് 2 raised to n inputs possible ആണ് if n is denoted by select lines. Select lines n വെച്ചാണ് ഡിനോട്ട് ചെയ്യണതെങ്കിൽ the number of inputs എന്ന് പറയുന്നത് it will be 2 raised to n. So ഒരു മക്സ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? മക്സ് is denoted by 2 raised to n is to 1 എന്നാണ് ഒരു മക്സിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അതാണ് ഈ പറയുന്നത് if there are n select lines then the number of maximum possible input lines will be 2 raised to n and the mux is referred to as 2 raised to n is to 1 mux or 2 raised to n cross 1. ഈ രണ്ട് നൊട്ടേഷൻസ് ആണ് യൂഷ്വലി നമ്മൾ മക്സിന് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എത്ര ടൈപ്പ് ഓഫ് മക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇഫ് യു ഹാവ് ഓൺലി വൺ കൺട്രോൾ ലൈൻ, അതായത് n equal to 1 ആണെങ്കിൽ then the mux is 2 is to 1 mux അല്ലെ. n 1 ആണെങ്കിൽ 2 raised to n എന്ന് പറയുന്നത് 2 raised to 1 that is 2. So you will get 2 is to 1 mux. അതേപോലെ കൺട്രോൾ ലൈൻ 2, അതായത് n equal to 2 ആണെങ്കിൽ the mux is termed as 4 is to 1 mux and if n is equal to 3 it is termed as 8 is to 1 mux and control line 4 ആണെങ്കിൽ that will be 16 is to 1 mux. Okay, so ഇതേപോലെ നമുക്ക് കൺട്രോൾ ലൈൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് മക്സിന് നമുക്ക് ഡിഫറെന്റ് നൊട്ടേഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ സീ ഹൗ ടു ഡിസൈൻ ദീസ് മൾട്ടിപ്ലക്സസ്. എങ്ങനെയാണ് നമുക്ക് ഈ മൾട്ടിപ്ലക്സർ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്? സപ്പോസ് നമുക്ക് വേണ്ടത് 2 is to 1 mux. ഓക്കെ, നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 is to 1 mux ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഈ 2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? That actually denotes 2 raised to n അല്ലെ. ഈ 2 raised to n 2 കിട്ടണമെന്നുണ്ടെങ്കിൽ n ന്റെ വാല്യൂ is 1. സോ അപ്പൊ നമുക്ക് മനസ്സിലാകാം എത്ര കൺട്രോൾ ലൈൻസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ സെലക്ട് ലൈൻസ് എന്ന് പറയുന്നത് select lines will be 1. So, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വരയ്ക്കാം?
you have 2:1 mux. That means you need 2 inputs and a single output. Input എന്ന് പറയുന്നത് ഏതാണ്? You can denote it by I0, I1. Output നമ്മൾ y വെച്ചാണ് ഡിനോട്ട് ചെയ്യണതെങ്കിൽ ഇങ്ങനെയായിരിക്കും എൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ കൺട്രോൾ ലൈൻസ് അല്ലെങ്കിൽ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? only one select line and that you can denoted by S0. Okay, so this is how you design a multiplexer. അപ്പോൾ ഇത് അതിൻ്റെ ബേസിക് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലോജിക് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും വരുന്നത്? നമുക്കറിയാം എസിന് 2 പോസിബിൾ വാല്യൂസ്. ട്രൂത്ത് ടേബിൾ വരുമ്പോൾ എന്ത് വരും? ഓക്കെ, നമുക്കറിയാം എസിന് ഒറ്റ ലൈനാണ് നമ്മുടെ കൺട്രോൾ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ എസിന് 2 പോസിബിൾ വാല്യൂസേ ഉള്ളൂ. ഒന്ന് 0യും ഒന്ന് 1ഉം ആയിരിക്കും. 0 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് I0 ആണ് അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് I1? സോറി, S0 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്താ നമുക്ക് കിട്ടണ്ടേ? You will get I1. So this is the truth table for 2:1 mux. Okay, so നമ്മൾ ഇതിന് ഇനി എങ്ങനെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുന്നത്? The boolean expression will be നമ്മുടെ ഔട്ട്പുട്ട് y is equal to S0 bar I0 plus S0 I1 അല്ലേ? അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഡിസൈൻ ചെയ്യാണ് വേണ്ടത് അല്ലെ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസൈൻ മൾട്ടിപ്ലക്സർ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എത്ര ആൻഡ് ഗേറ്റ്സ് അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ് ആവശ്യം ഉണ്ടാവും. നമുക്ക് 2 ലോജിക് ഗേറ്റ്സ് വേണം അല്ലെ? ഏതാണ്? ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട് ഇവിടെ, ഒരു ആൻഡ് ഗേറ്റ് അവിടെ വരും, ഒരു ആൻഡ് ഗേറ്റ് ഇതുണ്ട്, പിന്നെ ഒരു ഓർ ഗേറ്റ് അല്ലെ? സോ യു നീഡ് 2 ആൻഡ് ഗേറ്റ്സ് ടു റെപ്രസെന്റ് S0 I0, S0 bar I0, S0 and I0, പിന്നെ ഒരു ഓർ ഗേറ്റ് വേണം. സോ നമുക്കിത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ കണ്ടു 2 ആൻഡ് ഗേറ്റ്സ് ഉണ്ട്, ഒരു ഓർ ഗേറ്റ് ആണുള്ളത് അല്ലെ? സോ ഫസ്റ്റ് നമുക്ക് S0 ഡിനോട്ട് ചെയ്യാം. S0യും വേണം, S0 ബാറും നമുക്ക് വേണം അല്ലെ? ഇനി ഏതൊക്കെ വേണ്ടേ? S0 ഇൻറ്റു I0. അതൊരു ആൻഡ് ഗേറ്റ് ആയിട്ട് കൊടുക്കുന്നു. S0 ബാർ സോറി S0 ബാർ I0 ആണ്. S0 ബാർ I0, പിന്നെ ഉള്ളത് എന്താണ്? S0 ആൻഡ് I1. അത് രണ്ടും കൂടി ഒരു ഓർ ഗേറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് y അല്ലെ? സോ ഈ ട്രൂത്ത് ടേബിൾ വെച്ച് നമ്മൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഫോം ചെയ്തു. വിത്ത് ദാറ്റ് എക്സ്പ്രഷൻ വി ആർ ഡ്രോയിങ് ദ സർക്യൂട്ട് ഡയഗ്രാം. സോ ദിസ് ഇസ് എ സർക്യൂട്ട് ഡയഗ്രാം ഫോർ എ 2:1 mux. ഓക്കെ, സോ നമുക്ക് അതൊന്നും കൂടി നോക്കാം. 2:1 mux ഡിസൈൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യു നീഡ് എ ട്രൂത്ത് ടേബിൾ. ആ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഫോം ചെയ്യാൻ പറ്റും. നമ്മുടെ സെലക്ട് ലൈൻസ് ആണ് S0, one is S0, other one is S0 bar. നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുന്നത് D0, D1 ആണ്. അക്കോർഡിംഗ് ടു ദിസ് ട്രൂത്ത് ടേബിൾ ഇറ്റ് ഇസ് D0, D1. അത് അതിൽ നിന്ന് കൊടുക്കുന്നു. സോ യു ഹാവ് S0 bar, D0, S0, D1 and output you will get Y. Okay, so നമ്മളിവിടെ ഒന്നും കൂടി അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. Here the 2:1 mux has 2 input lines D0, D1 and the other one S0 is the select line അല്ലെങ്കിൽ control line. When S0 is 0, you will get the output D0 and when S0 is 1, you get the output as D1. Okay, so next നമുക്ക് 4:1 multiplexer നോക്കാം. So 4:1 multiplexer എന്ന് പറയുമ്പോഴത്തേക്കും you have 4 inputs അല്ലെ? 2:2 കൊടുക്കുമ്പോഴായിരിക്കും 2:1 mux എന്ന് പറയുന്നത്. അപ്പൊ 2:2 എന്ന് പറയുമ്പോഴത്തേക്കും you have 2 select lines and that is S0 and S1. സോ അതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0, 0, രണ്ട് സെലക്ട് ലൈൻസ് ഉണ്ട്, S0 ഉണ്ട്, S1 ഉണ്ട്. സോ 0, 0 കൊടുക്കുമ്പോഴത്തേക്കും you will get the output D0
0 1 കൊടുക്കുമ്പോഴത്തേക്കും D1 and 1 0 കൊടുക്കുമ്പോഴത്തേക്കും D2 and 1 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലി ഉള്ള D3 ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. സോ ഇത് വെച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം ഇതാണ്. സോ ബിഫോർ ദാറ്റ് നമ്മൾ എന്താ അതിന്റെ ഇക്വേഷൻ എഴുതണം അല്ലെ, ബൂളിയൻ എക്സ്പ്രഷൻ എഴുതണം. സോ ഔട്ട്പുട്ട് y എന്ന് പറയുന്നത് എന്ത് വരും? S1 ബാർ S0 ബാർ D0 പ്ലസ് S1 ബാർ S0 D1 പ്ലസ് എത്ര വരും? S1 S0 ബാർ D2 പ്ലസ് S1 S0 D3 അല്ലേ? സോ ഈ സർക്യൂട്ടിൽ നോക്കുമ്പോഴത്തേക്കും എത്ര ആൻഡ് ഗേറ്റ്സ് ഉണ്ട്? 1 2 3 4 ആൻഡ് ഗേറ്റ്സ് വേണം അല്ലെ? 1 2 3 and 4 ആൻഡ് ഗേറ്റ്സ്. യു നീഡ് 4 ആൻഡ് ഗേറ്റ്സ് ആൻഡ് എത്ര ഔട്ട്പുട്ട് ഓർ ഗേറ്റ്സ് ഉണ്ട്? ഇതെല്ലാം നമ്മൾ ഓറിലോട്ട് കണക്ട് ചെയ്യണം അല്ലെ? ഈ എല്ലാ ഔട്ട്പുട്ട്സും കൂടി നമ്മൾ ഓറിലേക്ക് കണക്ട് ചെയ്യാണ്. സോ 4 ഇൻപുട്ട് ഉള്ള ഒരു ഓർ ഗേറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു ആൻഡ് യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് y. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വാല്യൂ, അതായത് മക്സിന്റെ 2 to the power n എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ സർക്യൂട്ടിന്റെ കോംപ്ലക്സിറ്റി കൂടും അല്ലെ? വയറിംഗ് കുറച്ച് ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ക്യാൻ മേക്ക് ഇറ്റ് കൺഫ്യൂഷൻ ആവും. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് ഈസി മെത്തേഡ്സ് ഉണ്ട് അല്ലെ? അതേതാണ്? ഈ 4:1 മക്സ് എന്ന് പറയുന്നത് യു ക്യാൻ റെപ്രസെന്റ് യൂസിങ് 2:1 മക്സ്. അങ്ങനെയുള്ള കേസ്, അതായത് ഇപ്പൊ ബിഗർ സൈസിലേക്ക് പോകുന്നതിനും കുറച്ച് കൺഫ്യൂഷൻ ആയി വരും നമുക്ക് ഈ വയറിംഗ് കൊണ്ട്, ഈ സർക്യൂട്ട് ഡയഗ്രാം. സോ അത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് 2:1 മക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 2:1 മക്സ് വെച്ച് തന്നെ നമുക്ക് ബാക്കിയുള്ള മക്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. സോ നൗ ലെറ്റ്സ് സീ ഹൗ യു ക്യാൻ യൂസ് 2:1 മക്സ് ടു ഡിസൈൻ 4:1 മക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അത് നോക്കാം. ഇതാണ് നമ്മുടെ 4:1 മക്സിന്റെ ട്രൂത്ത് ടേബിൾ അല്ലെ? 0 0 D0 0 1 D1 1 0 D2 and 1 1 D3. ഇതാണ് ബേസിക് ട്രൂത്ത് ടേബിൾ. നമുക്കറിയാം 4:1 മക്സ് ആണ് നമുക്ക് വേണ്ടത്. സോ 4:1 മക്സ് എന്ന് പറയുമ്പോഴത്തേക്കും യു ഹാവ് 2 കൺട്രോൾ ലൈൻസ് S0 and S1 ആൻഡ് ഇൻപുട്സ് ഏതൊക്കെയാണ് വരുന്നത്? 4 ഇൻപുട്സ് വരും. D0 D1 D2 and D3. ഒരൊറ്റ ഔട്ട്പുട്ട് ആണ് ഉള്ളത് അല്ലെ? സോ 4 ഇൻപുട്ട് വേണം. നമുക്ക് 2:1 മക്സ് വെക്കുമ്പോഴത്തേക്കും എത്ര ഇൻപുട്സ് പോസിബിൾ ആയിരിക്കും ഒരു മക്സ് എന്ന് പറയുന്നതിൽ? 2:1 2:1. രണ്ട് 2:1 മക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻപുട്ട് സൈഡിൽ 4 പോസിബിൾ ഇൻപുട്സ് പോസിബിൾ ആവുള്ളൂ അല്ലെ? 4 ഇൻപുട്ട് കോമ്പിനേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് 2 മക്സ്. ഈ 2 മക്സിൽ നിന്നും എത്ര ഔട്ട്പുട്ട്സ് പോസിബിൾ ആയിരിക്കും? ഇതിൽ ഒരൊറ്റ ഔട്ട്പുട്ടേ പോസിബിൾ ഉള്ളൂ, ഇതിലൊരു സിംഗിൾ ഔട്ട്പുട്ട്. സോ ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും എഗെയിൻ ഒരു 2:1 മക്സിലേക്ക് കൊടുക്കണം. 2:1 മക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇൻപുട്സ് പോസിബിൾ ആയിരിക്കും. സോ ഈ 2:1 മക്സിലേക്ക് ഇതിന്റെ ഔട്ട്പുട്ട്സ് കണക്ട് ചെയ്യുക. എഗെയിൻ യു വിൽ ഗെറ്റ് എ സിംഗിൾ ഔട്ട്പുട്ട് ആൻഡ് ദാറ്റ് വിൽ ബി ദ ഫൈനൽ ഔട്ട്പുട്ട്. നമുക്ക് കിട്ടേണ്ട y എന്ന് പറയുന്നത് ഫൈനലി കിട്ടുന്നത് ഈ 3 2:1 മക്സ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും. സോ ഇവിടെ എന്ന് പറയുന്നതിൽ ഒരു സെലക്ട് ലൈൻ ഉണ്ട്, ഇവിടെ കോമൺ ആയിട്ടായിരിക്കും സെലക്ട് ലൈൻ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം 3 മക്സ് വേണം എന്നുള്ളത്? അത് നമുക്ക് നോക്കുന്നത് 4:1 മക്സ് അല്ലെ? സോ 4:1 മക്സിൽ 4 ഡിവൈഡഡ് ബൈ 2 എത്രയാ? യു വിൽ ഗെറ്റ് 2. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സോ അഗെയിൻ യു നീഡ് ടു മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ 2, യു വിൽ ഗെറ്റ് 1. സോ ഈ കിട്ടിയ റിസൾട്ട്സ് ആഡ് ചെയ്യുക, അതായത് ഫസ്റ്റ് ഈ 2 എടുക്കുക, ദെൻ സെക്കൻഡ് 1 എടുക്കുക. സോ 2 + 1 നോക്കുമ്പോൾ എത്രയാ? 3. സോ ദിസ് ഈസ് ഹൗ യു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് മക്സ് required to design a higher end mux അല്ലെ? 2:1 മക്സ് എന്തോരം യൂസ് ചെയ്താലാണ് ഒരു 4:1 മക്സ് എന്ന് ഡിറ്റർമിൻ ചെയ്യണത്? ഈ ഡിവിഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ 2 + 1 3 മക്സ് ആയിരിക്കും you required to design a 4:1 mux using 2:1 mux. Okay, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ? 4:1 മക്സ് ആണ് നമുക്ക് വേണ്ടത്. 2:1 വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ this is how you design. സോ നമുക്കിനി നോക്കാം ഈ സെലക്ട് ലൈൻസ് വെക്കുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് അല്ലെ? സോ ഫസ്റ്റ് നമ്മൾ സപ്പോസ് എടുക്കുന്നത് ഏതാ?
always you should keep in mind that ഈ ഫസ്റ്റ് മക്സ് എന്ന് പറയുന്നതിലായിരിക്കണം ഈ നമ്മുടെ MSB സെലക്ട് ലൈൻസിലെ MSB കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ MSB എന്ന് പറയുന്നത് S1 ആണ്. സോ എപ്പോഴും നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന മക്സിലായിരിക്കണം MSB കണക്ട് ചെയ്യേണ്ടത്. അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് ഇറ്റ് ബി S0 ആൻഡ് S1. സോ 0 0 കൊടുക്കുമ്പോഴത്തേക്കും S1ൽ 0, S2ൽ S0ൽ 0. സോ 0 ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഏതായിരിക്കും ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്? യു വിൽ ഗെറ്റ് D0. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാ? D2. ഓക്കെ, സോ ഇനി ഏതാണ് അടുത്തത്? D0യും D2 ആണ് വരുന്നത്. നമ്മൾ അഗെയിൻ ഇവിടെ 0 ആണ് കൊടുക്കുന്നത്. സോ 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? ഫസ്റ്റ് ഔട്ട്പുട്ടായ D0 നമുക്ക് കിട്ടും. ഓക്കെ, ഈ നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ S1ൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? അതായത് കേസ് 0 1. ഈ കേസ് എടുക്കുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് D2. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും S1ൽ 2 വാല്യൂസ് പോസിബിൾ ആണ്, 0യും 1ഉം. ഇനിഷ്യൽ കേസിൽ 0 തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ 0 കൊടുത്തിരുന്ന സമയത്ത് നമുക്ക് D0 ഔട്ട്പുട്ട് കിട്ടും. 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് D2 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടെ തിരിച്ചു കൊടുക്കാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു S1 ആണ് നമ്മളിവിടെ MSB ആയിട്ട് നമ്മൾ ഫസ്റ്റ് മക്സിൽ കൊടുക്കുന്നതെന്ന്. ഇനി നമുക്കത് തിരിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ S1ഉം അതായത് MSB എന്ന് പറയുന്നത് ഫസ്റ്റ് പോർഷനിൽ കണക്ട് ചെയ്തു, S0 ഇവിടെ കൊടുക്കുന്നു. സോ നമുക്ക് നോക്കാം, നമുക്ക് ഈ കേസ് കൺസിഡർ ചെയ്യാം. S1ൽ 0യും S0ൽ 1ഉം കണക്ട് ചെയ്യാം. ഓക്കെ, സോ 0 എന്ന് പറയുമ്പോഴത്തേക്കും സെലക്ട് ലൈൻ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് D0. ആൻഡ് ഇവിടെ ആണെങ്കിൽ അഗെയിൻ അത് D2 തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, ഇനി ഇവിടുത്തെ കേസ് വരുമ്പോഴത്തേക്കും S0ൽ 1 കൊടുക്കുന്നു. S0ൽ 1 കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് D2 അല്ലേ? നമ്മൾ കൊടുത്ത കേസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത കേസ് അല്ലേ? നമുക്ക് കിട്ടേണ്ടിരുന്ന ഔട്ട്പുട്ട് ഏതാണ്? D1 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നത് D2 ആണ്. സോ ആ ഡിസൈൻ പ്രോസസ്സിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് മാറിപ്പോയത് അല്ലേ? നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ റിക്വയർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് D1 ആയിരുന്നു, പക്ഷേ വി ആർ ഗെറ്റിംഗ് ദ ആൻസർ ആസ് D2. അത് നമ്മുടെ ഡിസൈനിങ് മിസ്റ്റേക്ക് ആണ്. സോ ദാറ്റ് ഈസ് വൈ ആദ്യം പറഞ്ഞത് എപ്പോഴും MSB ആയിരിക്കണം ഇവിടെ ഫസ്റ്റ് മക്സില, അതായത് നമ്മുടെ ഔട്ട്പുട്ട് വരുന്ന ലാസ്റ്റ് മക്സിലേക്ക് MSB ആയിരിക്കണം എപ്പോഴും കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡിസൈനിങ് മിസ്റ്റേക്ക് ഉണ്ടാവും, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഡിസൈനിങ് ഓഫ് എ 4:1 mux using 2:1 mux. So now let's see whether you can design 8:1 mux using a 2:1 mux. നമ്മൾ നേരത്തെ നോക്കി 4:1 മക്സിൽ 2:1 മക്സ് വേണമെങ്കിൽ എത്ര മക്സ് വേണം? 3 മക്സ് വേണം അല്ലേ? അതേപോലെ ഇവിടെ ആകുമ്പോഴത്തേക്ക് എത്ര എണ്ണം വേണ്ടി വരും? 8/2 ചെയ്യുമ്പോൾ you will get 4. Again you need to divide അല്ലെ? till 1 കിട്ടുന്നത് വരെ നമ്മൾ ഡിവൈഡ് ചെയ്തു നോക്കണം. So here you need 4 plus 2 plus 1, അതായത് 7 മക്സ് അല്ലെ? 7 മക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് 7 2:1 മക്സ് വേണം to design 8:1 mux. Okay, so now let's see how to design. നമുക്കറിയാം ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പറയുന്നത് 8 ആണ്. അപ്പോൾ n അതായത് സെലക്ട് ലൈൻസിന്റെ വാല്യൂ വിൽ ബി 3. അതുകൊണ്ടാണ് S2 S1 ആൻഡ് S0 എന്ന് പറയുന്നത്. 3 കേസസ് ഉണ്ട്, 8 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നതിൽ 8:1 മക്സ് ആണ്. സോ 8 ഇൻപുട്സ് ഉണ്ടാവും അല്ലേ? I0 തൊട്ട് I7 you will get a single output Y. Okay, so now let's see how to design a 8:1 mux using 2:1 mux. നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ എത്രയാണ്? 7 മക്സ് 7 2:1 മക്സിന്റെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? സോ ഫസ്റ്റ് എന്ന് പറയുന്നതിൽ 4 മക്സ് കാണും, അടുത്തത് എന്ന് പറയുന്നതിൽ 2,
പിന്നെ ഒരു സിംഗിൾ 2:1 മാർക്സ്. സോ ഈ കോമ്പിനേഷനിലായിരിക്കും നമ്മൾ 8:1 മാർക്സ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെ. സോ ഫസ്റ്റ് നമുക്ക് 4 2:1 മാർക്സ് ഉണ്ട്. ഇതാണ് 1, 2, 3 and 4. 4 2:1 മാർക്സ് ആദ്യത്തെ കോമ്പിനേഷനിൽ വേണം. അത് കഴിഞ്ഞ് നമുക്ക് 2 എണ്ണം വേണം അല്ലെ. അഗെയിൻ 1, 2 and ഫൈനലി ഒരൊറ്റ മാർക്സിന്റെ ആണ് റിക്വയർമെന്റ് ഉള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ഇപ്പൊ സപ്പോസ് നമുക്കറിയാം നമ്മുടെ കേസ് നമ്മൾ ഈ കേസ് എടുക്കുകയാണെങ്കിൽ 100 എന്നുള്ള കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഹൗ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞു ഇവിടെ MSB ആയിരിക്കണം നമ്മുടെ സെലക്ട് ലൈൻ ഫോർ ദ ലാസ്റ്റ് മാർക്സ് ഫ്രം വിച്ച് യു ടേക്ക് ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഇവിടെ 1, 0 ഇത് ഇന്റേർണലി ഷോർട്ടഡ് ആണ് ഈ S0 എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് യു വിൽ ഗീവ് that you can give it as 0. Okay, so 0 എടുക്കുമ്പോഴത്തേക്കും ഇതിൽ 0 ആണ് സെലക്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഫസ്റ്റ് വരുന്ന ഇൻപുട്ട്? that will be D0. നെക്സ്റ്റ് മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 0 എടുക്കുമ്പോഴത്തേക്കും D2 and from the third marks you will get D4 and the fourth marks you will get D6. Okay, ഇനി ഇതിൽ നിന്ന് നെക്സ്റ്റ് മാർക്സ് ഏതാണ്? ഈ 2 മാർക്സിൽ സെലക്ട് ലൈൻ ഈസ് S1. S1ൽ നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. 0 കൊടുക്കുമ്പോഴത്തേക്ക് ഏതാ? ഇതിൽ അഗെയിൻ യു വിൽ ഗെറ്റ് ദ ആൻസർ D0. ഇവിടെ ഏതായിരിക്കും വരുന്നത്? D4. ഇവിടുത്തെ സെലക്ട് ലൈൻ ഏതാണ്? 1 ആണ് കൊടുക്കുന്നത്. സോ 1 കൊടുക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദ ആൻസർ D4 അല്ലേ? അതാണോ നമുക്ക് ഇവിടെ നോക്കിക്കേ നമുക്ക് വേണ്ടിയിരുന്നത് അല്ലേ? 100 എന്നുള്ള കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ യു നീഡ് ടു ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് D4. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? സോ ദിസ് ഇസ് ഹൗ യു ഡിസൈൻ ആൻഡ് 8:1 മാർക്സ് യൂസിങ് 2:1 മാർക്സ്. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് എത്ര മാർക്സ് നമുക്ക് റിക്വയർമെന്റ് ഉണ്ടെന്നാണ്. അത് നമ്മൾ അറിയുന്നത് ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത് അല്ലേ? ആദ്യം എന്ന് പറയുന്നത് 8/2 is 4, 4/2 is 2, then 2/2 is 1. ഈ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മാർക്സിന്റെ കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് you can implement this 8:1 marks using 4:1 marks and 2:1 marks. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ കുറെ വൈഡ് ആയിപ്പോയി നമ്മുടെ ഡയഗ്രാം അല്ലെ. 2:1 മാർക്സിന്റെ റിക്വയർമെന്റ് 7 ആയിരുന്നു. സോ നമ്മൾ എപ്പോഴും മിനിമൈസ് ആയിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. നമുക്ക് സർക്യൂട്ട് ഡിസൈനിങ്ങിൽ എപ്പോഴും മിനിമൈസ്ഡ് ആയിരിക്കണം കണ്ടീഷൻ. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും 4:, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 2:1 മാർക്സ് 4:1 മാർക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്രയും 2:1 മാർക്സിന്റെ ആവശ്യം വരില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 4:1 മാർക്സ്. നമുക്കറിയാം 8:1 എന്ന് പറയുമ്പോഴത്തേക്കും 8 ഇൻപുട്സ് ഉണ്ടായിരിക്കും. സോ 4:1 മാർക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും യു ജസ്റ്റ് നീഡ് 2 4:1 മാർക്സ് അല്ലെ. 8 എന്നുള്ള ഇൻപുട്ട് പോസിബിൾ ആയി കഴിഞ്ഞു 2 4:1 മാർക്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അല്ലെ. and I7 ഇതിന് ഒരു ഔട്ട്പുട്ട് വന്നു. ദിസ് ഇസ് അഗൈൻ എ 4:1 മാർക്സ്. ഇതിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. സോ 2 ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് യു ക്യാൻ ഗോ ഫോർ എ 2:1 മാർക്സ്. അപ്പൊ എന്ത് വരും ഇവിടെ? യു വിൽ ഗെറ്റ് എ സിംഗിൾ ഔട്ട്പുട്ട്. ഇതിന്റെ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് ഒരൊറ്റ സെലക്ട് ലൈൻ ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും 2 സെലക്ട് ലൈൻ ഉണ്ട് അല്ലെ. That is S1 and S0. Okay, so this is how you design a 8:1 marks using 4:1 marks and 2:1 marks. Okay, ഇനി വേണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ട്രൂത്ത് ടേബിൾ വെച്ച്. ഇത് ഏതാ വരുന്നത്? I2ന്റെ കേസ് എടുക്കാം. അതായത് 0, 1, 0, S2B 0 and S1 എന്ന് പറയുന്നത് 1 and S0 is 0. ഓക്കെ, നോക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ഫസ്റ്റ് കേസിൽ S0യില് 0, 1. 0, 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ വരുന്നത്? ദിസ് ഇസ് 0, 0, 0, 1, 1, 0, 1, 1. This is S1 and S0.
1 0 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് ഇസ് I2 അല്ലേ? ഇവിടെ ഏതായിരിക്കും വരുന്നത്? 0 0 0 1 1 0 1 1 1 0 ആണ് നമ്മൾ എടുക്കുന്നത്. 1 0 എന്ന് പറയുമ്പോഴത്തേക്കും I6. ഇവിടെ ഏത് വരും? S2 എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടേണ്ടത് I2 അല്ലേ? നമുക്ക് I2 അല്ലേ കിട്ടുന്നത്? S2 എന്ന് പറയുന്നതിൽ 0 കൊടുത്തു, S1 നമ്മൾ 1 കൊടുത്തു, S0 0 കൊടുത്തു. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ഇസ് I2. So this designing is also correct. So this is how to design an 8:1 marks using 4:1 marks and 2:1 marks. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തേ? 4:1 marks യൂസ് ചെയ്തു, 2:1 marks യൂസ് ചെയ്തു. നമുക്ക് തോന്നാം എന്തിനാ നമ്മൾ why you are going for this 2:1 marks? Why can't you design this with only 4:1 marks? So 4:1 marks വെച്ച് മാത്രം ഇത് ഡിസൈനിങ് പോസിബിൾ ആണോ? അങ്ങനെ നോക്കിയാൽ it is possible because marks എന്ന് പറയുന്നത് marks is considered as a universal circuit. Okay, mux എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സർക്യൂട്ട് ആണ്. ബിക്കോസ് ഈ മക്സ് യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഇംപ്ലിമെന്റ് എനി കൈൻഡ് ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ലോജിക് സർക്യൂട്ട്സ് നമുക്ക് ഈ മക്സ് വെച്ച് ഡിസൈനിങ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ മക്സ് ഇസ് കൺസിഡേർഡ് ആസ് എ യൂണിവേഴ്സൽ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ഈ 4:1 മക്സ് വെച്ചിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്തേ പറ്റൂ. സോ നമുക്കത് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ്. Okay, 8:1 marks using only 4:1 marks. So, നമ്മുടെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ബേസിക് ട്രൂത്ത് ടേബിൾ തന്നെ. അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഇറ്റ്സ് എ ബേസിക് ട്രൂത്ത് ടേബിൾ, 8:1 മാർക്സിന്റെ ട്രൂത്ത് ടേബിൾ. സോ നമ്മൾ വേണ്ടത് 4:1 മാർക്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു ഏതായിരുന്നു? 2 4:1 മാർക്സ് ഇൻപുട്ട്സ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് 8 ഇൻപുട്ട്സ് പോസിബിൾ ആയിരിക്കും. പിന്നെ ഇതിൽ നിന്ന് വരുന്നത് അഗെയിൻ 2 ഇൻപുട്ട്സ് മാത്രമാണ് വരുന്നത് അല്ലേ? യു ആർ ഗെറ്റിംഗ് ഓൺലി 2 ഇൻപുട്ട്സ്. ഒരു 0 1 എന്നുള്ള ഇപ്പൊ 2:1 മാർക്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ഇൻപുട്ട്സ് ആയ 0 1 മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് ഏതാണ്? 4:1 മാർക്സ് വെച്ച് തന്നെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. 4:1 മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് 4 ഇൻപുട്ട്സ് പോസിബിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് വരുന്നത് ഒരു സിംഗിൾ ഔട്ട്പുട്ട്. ഈ 2 മാർക്സിൽ നിന്നും വരുന്നത് സിംഗിൾ ഔട്ട്പുട്ട് ആണ്. അല്ലെ? സിംഗിൾ ഔട്ട്പുട്ട് ആണ് ഈ 2 മാർക്സിൽ നിന്ന് വരുന്നത്. ലെറ്റ് ഇറ്റ് ബി Y1 ആൻഡ് Y2. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ 4 ഇൻപുട്ട്സ് ഉണ്ട്. നമുക്ക് ആകെ കിട്ടുന്ന ഔട്ട്പുട്ട് 2 എണ്ണമാണ്. അതെന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. യു ക്യാൻ കണക്ട് ഐദർ ടു ദിസ് ഓർ ടു ദിസ്. നമ്മൾ ബാക്കി 2 എണ്ണം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഔട്ട് ചെയ്യും. അതേപോലെ ഇതിന്റെ സെലക്ട് ലൈൻസ് എത്ര എണ്ണം ഉണ്ട്? ഇതിന്റെ 2 സെലക്ട് ലൈൻസ് പോസിബിൾ ആണ് അല്ലെ? 0 and S1. 0 S1. ഓക്കെ, ഈ മക്സിന് അങ്ങനെയാണ്. ഇവിടെയും 2 സെലക്ട് ലൈൻസ് പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് 2 സെലക്ട് ലൈൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ 2 ഇൻപുട്ട്സ് വെച്ചിട്ടാണ് നമുക്ക് വരുന്നുള്ളൂ. ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അൺയൂസ്ഡ് ലെഫ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ എന്ന് പറയുമ്പോഴും S2 ഒരു സെലക്ട് ലൈൻ, നമുക്ക് ആകെപ്പാടെ 3 സെലക്ട് ലൈനേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ 2 സെലക്ട് ലൈൻ പോസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാ? മേക്ക് ഇറ്റ് ആസ് ഗ്രൗണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ടെർമിനൽ നിങ്ങൾ ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യുക. ഒരു സെലക്ട് ലൈൻ മാത്രം ചൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ് ബി യുവർ MSB. S2 എന്ന് പറയുന്നത് 8:1 മാർക്സിന്റെ MSB ആയിട്ടുള്ള സെലക്ട് ലൈൻ ആണ്. ബാക്കി ഇവിടെയുള്ള ഇൻപുട്ട്സ് ആയിട്ടുള്ള 2 എണ്ണം ലെഫ്റ്റ് ഔട്ട് ചെയ്യുക. സോ കൺസിഡർ, ഈ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? 0 1 1 എന്ന് പറയുന്നതിന്റെ കോമ്പിനേഷൻ ഔട്ട്പുട്ട് കിട്ടേണ്ടത് I3 ആണ്. നമുക്കത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താലോ? S2 എന്ന് പറയുന്നത് 0 and S1 is 1, S0 is also 1. So 1 1 എന്ന് പറയുന്നത് എടുത്താൽ നമുക്ക് കിട്ടുന്നത് I3. ഓക്കെ, ആൻഡ് ഈ മക്സിന്റെ കേസിൽ 1 1 എടുത്താൽ ഏതാ വരുന്നത്? I7. ഓക്കെ, S2 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 എന്ന് പറയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് I3. ഓക്കെ, നമുക്ക് വേണ്ടിയിരുന്ന എന്താണ്? എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് I3 ആണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് I3 ആണ്.
സോ യു മേ തിങ്ക് ദാറ്റ് നമുക്ക് എന്തുകൊണ്ട് ഇത് രണ്ടിലേക്കും കണക്ട് ചെയ്തുകൂടായിരുന്നു. നമ്മളിപ്പോ എടുത്തത് ഏതാ? നമ്മൾ എടുക്കുന്നത് ആദ്യത്തെ 2 പോർട്ടാണ് അല്ലെ. ആദ്യത്തെ 2 പിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾക്ക് തോന്നാം why I am not choosing this I2 and I3, അതായത് സെക്കൻഡ് ടെർമിനലും തേർഡ് ടെർമിനലും എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സർക്യൂട്ടിൽ ചെറിയ ഡിഫറൻസ് വരും. യു ക്യാൻ ഓൾസോ ചൂസ് ദിസ് വൺ. നമുക്ക് ആദ്യത്തെ 2 ലെഫ്റ്റ് ഔട്ട് ചെയ്ത് ഇത് ചൂസ് ചെയ്യാം. ലാസ്റ്റ് 2 പിൻസ് ചൂസ് ചെയ്യാം. അതിലൊരു ഇഷ്യൂസും ഇല്ല. അപ്പൊ എന്താ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ what you have to change in the circuit diagram is ഇതെന്ന് പറയുന്നത് അത് ഗ്രൗണ്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. അതിലേക്ക് നിങ്ങൾ 1 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അത് നോക്കിയാൽ എന്താണ് S2 എന്ന് പറയുന്നതിൽ ആദ്യത്തെ 4 കേസ്, ഓക്കെ, ആദ്യത്തെ 4 കേസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് ഈ 4 പോർഷൻസിൽ ഔട്ട്പുട്ട് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ ചൂസ് ചെയ്യുന്നത് ലാസ്റ്റ് 2 ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു 1. ഓക്കെ, നമുക്കത് ട്രൂത്ത് ടേബിൾ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് us കൺസിഡർ ദിസ് 1 1 0 1, അതായത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് I5 കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ S0ന്റെ അവിടെ S2 എന്ന് പറയുന്നതിൽ 1 ആയിരിക്കും നമ്മളിപ്പോ കൊടുക്കുന്നത്. ദെൻ S1 എന്ന് പറയുന്നത് 0 ആൻഡ് S0 is 1. സോ നമുക്കറിയാം ഇത് 0 0 0 1 1 1 1 0 1 1 0 0 0 1 1 0 1 1. നമ്മൾ നോക്കുന്ന കേസ് ദിസ് ഇസ് യുവർ MSB, അതായത് 0 1 എന്നുള്ള കേസാണ് നോക്കുന്നത്. 0 1 എന്ന് പറയുമ്പോഴത്തേക്കും I1 ഇവിടെ കിട്ടേണ്ട ഔട്ട്പുട്ട് ഇസ് I1 ആൻഡ് ഈ താഴത്തെ മക്സിന്റെ ഔട്ട്പുട്ട് ഏതായിരിക്കും? അഗെയിൻ 0 1 എന്ന് പറയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് I5. സോ ഇതിൽ നിന്ന് രണ്ടിനും ഇനി വരുന്ന കേസ് ഏതാണ്? 1 1 ആണ്. 1 1 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടെർമിനലിലെ ഇൻപുട്ട് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് I5. യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് I5 അല്ലെ. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഔട്ട്പുട്ടും I5 ആയിരുന്നു, നമുക്ക് കിട്ടുന്ന റിസൾട്ടും I5 ആണ്. സോ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഇത് ഗ്രൗണ്ട് ചെയ്യുകയായിരുന്നെങ്കിൽ S4:1 മാർക്സിന്റെ ഫസ്റ്റ് 2 ടെർമിനൽസ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. അല്ല, ഇനി താഴത്തെ 2 ടെർമിനൽസ് ആണ് എടുക്കുന്നതെങ്കിൽ യു ഷുഡ് കണക്ട് ഇറ്റ് ആസ് ലോജിക് 1, അതായത് 1ലേക്ക് ഹൈ ആയിട്ട് അത് സെറ്റ് ചെയ്യണം ആ ടെർമിനൽ. ഓക്കെ, ദ സെലക്ട് ലൈൻ ഷുഡ് ബി കണക്റ്റഡ് ടു 1. So this is a small session on multiplexers. So keep watching our channel for more informative videos on digital electronics. Thank you.